ഇന്ത്യക്കെതിരായ ഒരു വിദേശ ടൂൾ കിറ്റിന്റെ ഭാഗമായി ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അതിർത്തിക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാനികളായിരുന്നു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടകളുടെ ഭാഗമായി അവർ ആ പാറ്റകളെ അന്ന് വാരിപ്പുണർന്നു. അന്നവർ പിന്തുണച്ച അതേ പാറ്റകൾ ഇപ്പോൾ ഇസ്ലാമാബാദിലെ പാക് സൈനിക ആസ്ഥാനത്തേക്കും അരിച്ചു കയറുകയാണ്. ഇന്ത്യയിലെ പാറ്റകളുടെ പ്രതിഷേധത്തിന് പിന്നാലെ പാകിസ്ഥാനിലും രൂപമെടുത്തിരിക്കുകയാണ് കോക്രോച്ച് പാർട്ടി പാകിസ്ഥാൻ അഥവാ CPP. ന്യൂയോർക്കിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സൽമാൻ തരാർ കാനഡയിൽ ഇരുന്ന് ആരംഭിച്ച ഈ ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഉണ്ടായത്. പാക് സൈന്യത്തിന്റെ അനാവശ്യ ഇടപെടലുകൾക്കും ഭരണകൂടത്തിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെയാണ് ഈ പാറ്റകളുടെ പടയൊരുക്കം. ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിനെയും പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെയും ലക്ഷ്യം വഹിക്കുന്ന ഈ കൂട്ടായ്മ മെച്ചപ്പെട്ട ഭരണം, തൊഴിൽ, ഊർജ്ജ, ജല പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്നിവയാണ് തങ്ങളുടെ പ്രകടന പത്രികയായി ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇതിനെല്ലാം പുറമെ പാക് സൈന്യത്തിന്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാക് അധിനിവേശ കാശ്മീരിലെ അഥവാ POKയിലെ ജനങ്ങൾ നേരിടുന്ന ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളും ഈ കോക്രോച്ച് പാർട്ടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ അഴിമതിക്കാരായിട്ടുള്ള മാഫിയകളുടേതല്ല, സാധാരണക്കാരുടേതാണ് എന്നാണ് ഈ യുവാക്കൾ തുറന്നടിക്കുന്നത്. വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റാഗ്രാം പേജിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം ആരെന്നറിയാതെ കുഴയുകയാണ് പാക് ഇന്റലിജൻസ് ഏജൻസികൾ. ഇന്ത്യയിൽ CJP പ്രതിഷേധിച്ചപ്പോൾ അതിന് വലിയ പ്രചാരം നൽകിയ ആയിരക്കണക്കിന് പാക് വ്യാജ അക്കൗണ്ടുകൾക്കും ആ വിദേശ ടൂൾ കിറ്റിനും പാകിസ്ഥാനിൽ വെച്ച് തന്നെ കിട്ടുന്ന കൃത്യമായിട്ടുള്ള മറുപടിയാണിത്. ചെയ്ത കർമ്മം അവിടെ തന്നെ തിരിഞ്ഞുകൊടുക്കും. ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കാൻ കഴിയുമെങ്കിൽ പാകിസ്ഥാനിലെ അവസ്ഥ എന്താണ്? ഇതുപോലൊരു പ്രതിഷേധം പാക് തെരുവുകളിൽ നടത്തിയാൽ സൈന്യം അവരെ തട്ടിക്കൊണ്ടു പോവുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും എന്നാണ് പാകിസ്ഥാൻ യുവാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പിള്ളേരെ പെടുത്തുകാർ എന്നൊരു ഖ്യാതി പാക് സൈന്യത്തിനുണ്ട്. ഇനി പാറ്റകൾ ഇറങ്ങിയാൽ അവരുടെ സൈന്യം പാറ്റയെ പിടിക്കാനായിരിക്കും ഇറങ്ങുക. ഇന്ത്യയിലെ പാറ്റകൾക്ക് വമ്പൻ പിന്തുണ നൽകിയ പാകിസ്ഥാനികളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: നിങ്ങളുടെ സ്വന്തം നാട്ടിലെ ഈ പാറ്റകൾക്കും ആ പഴയ പിന്തുണയും ആവേശവും കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. എന്തായാലും മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ നിന്ന പാക്കികളാണ്. അതുകൊണ്ട് സ്വന്തം നാട്ടിലെ ഈ സൈബർ പാറ്റകൾ വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞു. ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച അതേ ആയുധം തന്നെ പാക് സൈന്യത്തിന്റെ തന്നെ നെഞ്ചിലേക്ക് ഇപ്പോൾ തിരിഞ്ഞുകൊത്തിക്കുകയാണ്. ജസ്റ്റ് സിസ്റ്റം